വെൽക്കം ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും മക്കളെ എജ്യൂപോർട്ടിൻ്റെ SSLC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മുടെ പരിപാടി എസ് എ പഠിക്കലാണല്ലേ. നമുക്കറിയാം ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കുള്ള എസ് എ ചോദിക്കും. ആ എസ് എ ചോദിക്കുക ഫസ്റ്റ് പെയർ എന്നാണല്ലേ, നിങ്ങളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ പേരാണ്. അപ്പോൾ അതിൽ കുറേ കൂടി എളുപ്പത്തിൽ പഠിക്കാനും കുറച്ച് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ഏതാടാ? ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഏതാടാ? ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മളത് പരിപാടി എന്താ? ഫസ്റ്റ് ചാപ്റ്ററിന് എസ് എ ചോദിക്കാൻ ചാൻസ് ഉള്ള 2-3 ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു. സെറ്റിൽ. അപ്പോൾ നിങ്ങൾ മാത്രം ഈ എസ് എ പഠിച്ചാൽ മതി മക്കളെ, പോരല്ലോ. നിങ്ങളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ചായ കുടിക്കുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യാൻ പറയുക, വീഡിയോ ഒന്ന് കാണാൻ പറയുക. അതേപോലെ ലൈവ് ഉണ്ട് ഇന്ന് രാത്രി. എന്താണ് ഇന്നലെ രാത്രി നടന്ന പോലെ തന്നെ ഇന്ന് രാത്രിയും എന്തുണ്ട്? ലൈവ് ഉണ്ട്. ലൈവിൽ നമ്മൾ മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂടി എന്ത് ചെയ്യുക, ലൈവിലേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എസ് എ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വാട്ട് ആർ ദി റീസൺസ് ബിഹൈൻഡ് ദി സീസൺസ്? ഋതുഭേദങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളതിൽ ഫസ്റ്റ് എഴുതുന്നത് ഈ ഒരു 4 പോയിന്റ്. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടും. ഈ ഒരു 4 പോയിന്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 1.5 മാർക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താണ് പാരലിസം ഓഫ് എർത്ത് ആക്സിസിൽ എന്തൊക്കെയാണ് 4 റീസൺസ്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യൻ്റെ അയനം, വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് സോളാർ എനർജി, ഭൂമിയിലെത്തുന്ന സൂര്യപ്രകാശത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, റെവല്യൂഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ പരിക്രമണം. എന്നിട്ട് ഈ 4 പോയിന്റിൽ ഈ 2 പോയിന്റ് നിങ്ങൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ കൂടി ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കണേ, 4 പോയിന്റ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 1.5 മാർക്കാണ്. ബാക്കിയുള്ള 3.5 മാർക്ക് എന്തിനാണ്? ഈ 2 പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ എന്താണ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ആരാടാ? മക്കളെ ലാലേട്ടനെ കൊണ്ടുവരാടാ, ലാലേട്ടനെ കൊണ്ടുപോവാ. അപ്പോൾ എന്താണ് നമ്മുടെ എർത്തിന്റെ ആക്സിസ് സ്ട്രെയിറ്റ് ആണോ? അല്ല, എർത്തിന്റെ ആക്സിസ് ഭൂമിയുടെ അച്ചുതണ്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? ചെരിങ്ങി. ലാലേട്ടനെ പോലെ അല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ എർത്തിന്റെ ആക്സിസ് അഥവാ ഭൂമിയുടെ അച്ചുതണ്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? നേരെയല്ല, ചെരിങ്ങി നിൽക്കുകയാണ്. സോ അങ്ങനെ ചെരിങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ചെരിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാരലിസം ഓഫ് എർത്ത് ആക്സിസ്. ആ ചെരിവ് എത്രയാണുള്ളത്? വേർട്ടിക്കൽ പ്ലെയിനിൽ ലംബ തലത്തിൽ എത്രയാണ്? 23.5 ഡിഗ്രിയും ഓർബിറ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ പരിക്രമണ തലത്തിൽ എത്രയാണ്? 66 ഡിഗ്രി കേട്ടോ. ഇത്ര എഴുതി വെച്ച് നിങ്ങളുടെ മാർക്ക് ഉണ്ട്. ശ്രദ്ധിക്കണം, അതായത് എങ്ങനെ എഴുതി വെക്കേണ്ടത്? ദ ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് tilted at an angle of 66.5 degree from the orbital plane. If it is measured from the vertical plane, this would be 23.5 degree. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരിവുണ്ട്. ലംബ തലത്തിൽ നിന്ന് കണക്കാക്കിയാൽ ഈ ചെരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? പാരലിസം ഓഫ് എർത്ത് ആക്സിസ് അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. അപ്പോൾ ഏകദേശം എത്ര മാർക്ക് നിങ്ങളുടെ കയ്യിലായി? 3.5 മാർക്ക് നിങ്ങളുടെ കയ്യിലായി. ഇനി അടുത്ത പരിപാടി എന്താടാ? 5 മാർക്കിന് എഴുതാറില്ല അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ? ഇതും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറഞ്ഞാൽ? നമ്മുടെ എർത്ത് എന്താണ്? ടിൽറ്റ് ചെയ്തുകൊണ്ട്, ചെരിഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിക്ക് ചുറ്റും, സൂര്യന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യാണ്? കറങ്ങാണല്ലേ. ദ ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് ടിൽറ്റഡ് അല്ലേ. ഭൂമി എന്താണ് ഇങ്ങനെ ലാലേട്ടിനെ പോലെ ചെരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങാണല്ലേ. അങ്ങനെ കറങ്ങും എന്ത് ചെയ്യും? ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദി സൺ വാരീസ് ബിറ്റ്വീൻ എർത്ത്. നമ്മൾ കാറിലും ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റുമുള്ള മരവും അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ബാക്കോട്ടേക്ക് ഇങ്ങനെ പോകുന്ന പോലെ നമുക്ക് തോന്നില്ല. ശരിക്കും ആ മരവും ബിൽഡിംഗും ഒക്കെ ബാക്കോട്ടേക്ക് പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നാണ്. അതെന്താണ്? ഒരു അപ്പാരന്റ് മൂവ്മെന്റാ. അതേപോലെ എർത്ത് എന്താണ്? നമ്മുടെ സണ്ണിന് ചുറ്റും ടിൽറ്റഡ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സണ്ണിന്റെ പൊസിഷൻ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അതിന് വിളിക്കുന്ന പേരാണെന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യേണ്ട എന്താണ്? ഈ ഒരു പോയിന്റാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. എന്താ ആഡ് ചെയ്യേണ്ടത്? സിൻസ് ദ പാരലിസം ഈസ് മെയിൻറ്റെയിൻ സെയിം ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ, ദ പൊസിഷൻ ഓഫ് ദി സൺ ഇൻ റിലേഷൻ ടു ദ എർത്ത് വാരീസ് അപ്പാരന്റ്ലി. അച്ചുതണ്ടിന്റെ ചെരിവ്, കാരണം ഭൂമി ചെരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? സൂര്യ ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ ഭൂമിക്ക് ആപേക്ഷം, ഇത് ഭൂമിയാണ്, ഭൂമിക്ക് ആപേക്ഷികമായിട്ട് എന്ത് ചെയ്യും? അപ്പാരന്റ് ആയിട്ട് സണ്ണിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണെന്ത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. സോ ആ ഷിഫ്റ്റിംഗ് മെയിൻ ആയിട്ട് എവിടെയാണ് ഉണ്ടാവുക? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായ രേഖയ്ക്കും ഇടയിൽ. അപ്പോൾ എന്താ ഈ ഒരു പോയിന്റ് അവിടേക്ക് നിങ്ങൾ ആഡ് ചെയ്യട്ടോ. സിൻസ് ദ പാരലിസം ഈസ് മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദി റെവല്യൂഷൻ, ദ പൊസിഷൻ ഓഫ് ദി സൺ ഇൻ റിലേഷൻ ടു എർത്ത് വാരീസ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദിസ് ഈസ് നോൺ ആസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ഭൂമി അച്ചുതണ്ടിന്റെ ചെരിവ് എന്ത് ചെയ്യാണ്? പരിക്രമണ വേളയിൽ ഉടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായ രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ എന്ത് വിളിക്കുന്നു? സൂര്യന്റെ അയനം എന്ന് വിളിക്കുന്നു. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ എസ്സേക്ക് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കും. ഓക്കെ, സെറ്റ്. ഇപ്പം ഇത് മാത്രം പഠിച്ചാൽ മതി, പോരാ. ഇതിന്ന് വേറെയും എസ്സേ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ മക്കളെ, പിന്നെ എസ് എ ചോദിക്കാൻ ചാൻസ് ഉള്ളതാ ഇങ്ങനെ ടേബിൾ വെച്ചിട്ട്. ടേബിൾ എന്നാണ് എസ് എ ആയിട്ടല്ല ചോദിച്ചത്, പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എസ് എ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ദിവസങ്ങളുണ്ടല്ലോ അല്ലേ, സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, സൂര്യന്റെ അയനസ്ഥാനം മാറുന്നതനുസരിച്ച് ചില ദിവസങ്ങൾ ഭൂമിയിൽ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ദിവസങ്ങൾ? അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. ഏതൊക്കെയാണ് ദിവസങ്ങൾ? ഒന്ന് ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ അല്ലെങ്കിലോ സമരാത്ര ദിനങ്ങൾ. ഏതൊക്കെയാണ്? വിഷുവങ്ങൾ അല്ലെങ്കിലോ സമരാത്ര ദിനങ്ങൾ. രണ്ടാമത് എന്താണ്? സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം. മൂന്നാമത് എന്താണ്? വിന്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്ത ദിനം. ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ്? സമ്മർ സോൾസ്റ്റേസ്, വിന്റർ സോൾസ്റ്റേസ്, ഇക്വിനോക്സസ്. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ എസ് എക്ക് ചോദിച്ചേക്കാം. അപ്പോൾ ഈ ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കട്ടെ. ശ്രദ്ധിക്കണം, ഈ ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ച നിങ്ങളുടെ പണി അങ്ങോട്ടേക്ക് എന്ത് ചെയ്തു, തീർന്നു. ഒരുപാട് ഈ ടേബിളുള്ള കാര്യങ്ങൾ പോയിന്റ് ആക്കി കഴിഞ്ഞാൽ മതി. ശ്രദ്ധിക്കണേ, ഇക്വിനോക്സസ് ഇയർലി 2 days ഉണ്ടാവും. ഏതൊക്കെ ഡേയ്സിലാണ്? അതായത് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ വർഷത്തിൽ 2 ദിവസം ഉണ്ടാവും. ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 അല്ലെ. മാർച്ച് 21 സെപ്റ്റംബർ 23 എന്തുണ്ടാവും? ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇക്വിനോക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ. ശ്രദ്ധിക്കണം, എവിടെയാടാ? സൂര്യന്റെ അയനസ്ഥാനം എന്തിന്റെ മുകളിലാണ്? ഓവർ ദി ഇക്വേറ്റർ. നിങ്ങൾ ശ്രദ്ധിക്കണേ, സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, സൂര്യന്റെ അയനസ്ഥാനം എവിടെ വരുമ്പോ ഓവർ ദി ഇക്വേറ്റർ. ശ്രദ്ധിക്കണേ, എവിടെയാടാ? ഓവർ ദി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ അഥവാ സൂര്യന്റെ അയനസ്ഥാനം വരുമ്പോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ. എന്താ മക്കളെ വിളിക്കുക? ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ. എന്താ മക്കളെ വിളിക്കുക? ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ. അതായത് സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എന്ത് ചെയ്യുന്നു? ഓവർ ദി ഇക്വേറ്റർ. എന്തിനു മുകളിൽ വരുന്നു? ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്നു. ആ ഡേനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ. അപ്പൊ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ 2 ഹെമിസ്ഫിയറിലും, ഉത്തരാർദ്ധ ഗോളമാണെങ്കിലും ദക്ഷിണാർദ്ധ ഗോളമാണെങ്കിലും, സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും അവിടെ എന്ത് ഈക്വൽ ആയിരിക്കും? ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ. രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. ശ്രദ്ധിക്കണം, എന്താടാ? രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ഏതാടാ? ജൂൺ 21 ആകുമ്പോൾ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ എത്തും? ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എന്തിനു മുകളിൽ എത്തും? ഉത്തരായന രേഖയ്ക്ക് മുകളിൽ. ശ്രദ്ധിക്കണേ, ജൂൺ 21 ആകുമ്പോൾ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ എത്തുക? ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ എവിടെ എത്തും? ഉത്തരായന രേഖയ്ക്ക് മുകളിൽ. എവിടെ എത്തും? ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തും. ആ ഡേനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം. ഒരൊറ്റ കാര്യം മക്കൾ നിങ്ങൾ ഓർത്തു വെക്കുക, സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിലാണോ, സൂര്യന്റെ അയനസ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണോ അവിടെ എന്ത് കൂടുതലായിരിക്കും? പകല് കൂടുതലായിരിക്കും. എന്ത് കുറവായിരിക്കും? രാത്രി കുറവായിരിക്കും. ശ്രദ്ധിക്കണേ, സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, സൂര്യന്റെ അയനസ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണോ അവിടെ എന്ത് കൂടുതലായിരിക്കും? അവിടെ പകല് കൂടുതലായിരിക്കും. ശ്രദ്ധിക്കണേ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ ഏത് ഹെമിസ്ഫിയറിലാ? ഉത്തരാർദ്ധ ഗോളത്തിലാണ് അല്ലെ. നോർത്തേൺ ഹെമിസ്ഫിയറിലാ, ഉത്തരാർദ്ധ ഗോളത്തിലാ. അപ്പൊ അവിടെ എന്ത് കൂടും? പകല് കൂടും അല്ലെ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിൽ എന്താണ്? ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ശ്രദ്ധിക്കണേ, സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഏത് ഹെമിസ്ഫിയർ, ഏത് അർദ്ധഗോളത്തിലാണോ അവിടെ എന്ത് കൂടുതലായിരിക്കും? പകല് കൂടുതലായിരിക്കും അല്ലേ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിൽ എന്താ? ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് അല്ലേ. ദൈർഘ്യം കൂടിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഇത്ര ആലോചിച്ചത്, സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, സൂര്യന്റെ അയനസ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണോ അവിടെ എന്ത് കൂടുതൽ? പകല് കൂടുതലും രാത്രി കുറവും. അപ്പം നേരെ ഓപ്പോസിറ്റുള്ള ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിലോ പകല് കുറവും രാത്രി കൂടുതലുമായിരിക്കും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ജൂൺ 21 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ? ഉത്തരാർദ്ധ ഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അവിടെ എന്ത് കൂടുതലാണ്? ലോങ്സ്റ്റ് ഡേ, പകല് കൂടുതലാണ്. ഷോർട്ടസ്റ്റ് നൈറ്റ്, രാത്രി എന്താണ്? കുറവാണ്. ഇനി അതേപോലെ തന്നെ എന്താ? ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്താണ്? ഷോർട്ടസ്റ്റ് ഡേ, പകല് കുറവാണ്. ലോങ്സ്റ്റ് നൈറ്റ് എന്താണ്? രാത്രി കൂടുതലാണ്. അത് ഏതിന്? ജൂൺ 21 അഥവാ ഇവിടെ സമ്മർ സോൾസ്റ്റേസ്, ഗ്രീഷ്മ അയനാന്ത ദിനം നടക്കുമ്പോൾ കേട്ടോ. അതേപോലെ തന്നെ വിന്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്ത ദിനം നടക്കുമ്പോൾ എവിടെയാടാ? ഡിസംബർ 22. ശ്രദ്ധിക്കണം, എവിടെയാടാ? അന്ന് വിന്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്ത ദിനം എന്നാ മക്കളെ? ഏതാ ഡേറ്റ് ഓർത്തു വെച്ചോ? ഡിസംബർ 22. ശ്രദ്ധിക്കണേ, വിന്റർ സോൾസ്റ്റേസ് പറഞ്ഞാൽ എന്താ? സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ എത്തുക? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായ രേഖയിൽ. എവിടെ എത്തുക? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായ രേഖയിൽ. അപ്പൊ സൂര്യന്റെ അപ്പാരന്റ് പൊസിഷൻ അല്ലെങ്കിൽ സൂര്യന്റെ അയനസ്ഥാനം അല്ലെങ്കിൽ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായ രേഖയിൽ എത്തുമ്പോൾ ആ ദിവസത്തെ വിളിക്കുന്ന പേരാണെന്ത്? ശൈത്യ അയനാന്ത ദിനം. എന്താണ് വിളിക്കുക? ശൈത്യ അയനാന്ത ദിനം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത്രയേ ഉള്ളൂ. സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഇവിടെ സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിലാണ്. സോ അന്ന് സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്ത് കൂടുതലായിരിക്കും? ഡേ അഥവാ പകല് കൂടുതലായിരിക്കും. നൈറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലേ.
ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് സണ്ണിൻ്റെ അപ്പാരൻ പോർഷൻ ഏത് ഹെമിസ്ഫിയറിലാണ് അവിടെ എന്ത് കൂടുതലാണ് ഡേ അഥവാ പകൽ കൂടുതലാണ് എന്ത് കുറവാണ് നൈറ്റ് കുറവാണ് രാത്രി കുറവാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിലും അല്ലേ ഡിസംബർ 22 നോർത്തേൺ ഹെമിസ്ഫിയർ അത് ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ് നൈറ്റ് കൂടുതലാണ് ഡേ കുറവാണ് ഈ ഒരു കാര്യം അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക കേട്ടോ ഓരോരുത്തരെ ആലോചിച്ചാൽ മതി സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ സൂര്യൻ്റെ അയനസ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണോ അവിടെ എന്ത് കൂടുതലായിരിക്കടാ പകൽ അങ്ങോട്ടേക്ക് കൂടും രാത്രി അങ്ങോട്ടേക്ക് വരും ഇതങ്ങോട്ട് ഒരു എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് എസ് എ ചോദിച്ചാൽ നമുക്ക് സെറ്റാക്കാം ഇനിയും 2 ക്വസ്റ്റിനും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എസ് എ ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ അത് നമുക്ക് നോക്കാനുണ്ട് അടുത്ത നിങ്ങളുടെ മോഡൽ എക്സാമിന് എസ് എ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഏതൊക്കെയാണ് മോഡൽ എക്സാമിന് എസ് എ ചോദിച്ചത് ഗ്രീൻവിച്ച് ടൈം സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ലോക്കൽ ടൈം അല്ലേ ഇത് മൂന്നും വിശദീകരിക്കാനാണ് ചോദിച്ചത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് ചോദിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കില്ല എന്ന് വിചാരിക്കരുത് മോഡൽ എക്സാമിന് ചോദിച്ച സെയിം ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് പബ്ലിക് എക്സാമിന് ചോദിക്കണം അപ്പോൾ നമ്മളോട് മോഡൽ എക്സാമിന് ചോദിച്ചു എന്ന് വിചാരിച്ച ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കരുത് അപ്പോൾ ഇവിടെ ചോദിച്ച 3 ടൈമുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അല്ലേ ഏതൊക്കെയാണ് ഒന്ന് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ എന്താ ദ ടൈം വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി അപെക്സ് പൊസിഷൻ ഓഫ് ദി സൺ ആൻഡ് ദ ലെങ്ത് ഓഫ് ദി ഷാഡോ കാസ്റ്റ് ബൈ ഇറ്റ് അല്ലേ സൂര്യൻ ഉച്ചസ്ഥാനവും അതുണ്ടാക്കുന്ന നിഴലിന്റെ നീളവും അടിസ്ഥാനത്തിൽ നീളവും കണക്കാക്കി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന സമയമില്ല പണ്ട് കാലത്ത് എന്താണ് വാച്ചൊന്നുമില്ല അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെ ടൈം കണക്കാക്കുക സണ്ണിൻ്റെ അപെക്സ് പൊസിഷൻ അല്ലെ സൂര്യൻ്റെ ഉച്ചസ്ഥാനവും അതുണ്ടാക്കുന്ന ഷാഡോ നിഴലിൻ്റെ നീളത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പണ്ട് എന്ത് കണക്കാക്കുക ടൈം കണക്കാക്കുക ആ ടൈമിനെ വിളിക്കുന്ന പേരാണെന്ത് ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത് ഇനി എന്താണ് ഗ്രീൻവിച്ച് ടൈം അപ്പോൾ കുറേ കൂടി ടൈം എന്ത് ചെയ്യാൻ തുടങ്ങി സയൻറ്റിഫിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിൽ ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കണക്കാക്കാൻ തുടങ്ങി ടൈം കണക്കാക്കാൻ തുടങ്ങിയില്ല ബേസ്ഡ് ഓൺ ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖകളുടെ അടിസ്ഥാനം നമ്മൾ എന്ത് കണക്കാക്കാൻ തുടങ്ങി ടൈം കണക്കാക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാത്തിനും സ്റ്റാർട്ടിങ് എത്രയാണ് 0 ആണല്ലോ വെയിറ്റിൻ്റെ വെയ് മെഷീനിലെ ഭാരം അളക്കാനുള്ള വെയ് മെഷീൻ്റെ സ്റ്റാർട്ടിങ് 0 ആണ് നീളം അളക്കാനുള്ള സ്കെയിലിൻ്റെ സ്റ്റാർട്ടിങ് 0 ആണ് അതേപോലെ തന്നെ നമ്മൾ ടൈം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് അതായത് 0 ഡിഗ്രി എന്ത് ചെയ്യാണ് ഒരു ബേസ് എന്താണ് ഒരു എന്താണ് അതിനൊരു അടിസ്ഥാനമാക്കി 0 ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത് പിന്നെ ടൈം കണക്കാക്കിയത് ഈ 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കണം ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ 0 ഡിഗ്രി പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ലൈനിന് എന്ത് പേര് വന്നു ഗ്രീൻവിച്ച് ലൈൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് രേഖ എന്നുള്ളൊരു പേര് വന്നു അപ്പോൾ ലോകത്ത് എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട് ടൈം സമയം കണക്കാക്കാൻ ഈ രേഖ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ രേഖയെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് പ്രൈം മെറിഡിയൻ എന്താ വിളിക്കുന്നത് പ്രൈം മെറിഡിയൻ ലോകത്ത് എല്ലായിടത്തും സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രേഖയാണെന്ത് ഈ രേഖ അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു പ്രൈം മെറിഡിയൻ എന്താണ് വിളിക്കുന്നത് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ ഗ്രീനിച്ച് ലൈനിലെ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് ടൈം അപ്പം വേൾഡിൽ എല്ലായിടത്തും സമയം കണക്കാക്കാൻ എന്തിൻ്റെ ബേസിലാണ് 0 ഡിഗ്രി 0 ഡിഗ്രി രേഖാംശ ബേസിലാണ് അത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കുന്നു സോ അതെന്താണ് ലോകത്ത് എല്ലായിടത്തും സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ലൈൻ ആയതുകൊണ്ട് തന്നെ എന്ത് വിളിക്കുന്നു പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ സമയം കണക്കാക്കുക എങ്ങനെയാ അല്ലേ സമയം കണക്കാക്കുക എങ്ങനെയാ ഓരോ രാജ്യത്തു കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് രേഖാംശ രേഖകൾ കടന്നു പോകും അപ്പോൾ ഒരു രാജ്യത്തു കൂടി കടന്നു പോകുന്ന എല്ലാ രേഖാംശ രേഖകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ടൈം കണക്കാക്കുമ്പോൾ ഒരു രാജ്യത്ത് എന്ത് വരും ഒരുപാട് എന്ത് വരും രേഖാംശ രേഖകൾ ഒരുപാട് ടൈം വരും അല്ലേ ഇപ്പോൾ എന്താ ഇത് എ എന്ന് പറഞ്ഞ രാജ്യമാണ് ഈ രാജ്യത്ത് കൂടി ഇത്രയും ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം നമ്മൾ ടൈം കണക്കാക്കി എന്ത് വരും ഒരു രാജ്യത്ത് ഡിഫറെൻറ്റ് ടൈം വരും സോ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം ദ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയുടെ അടിസ്ഥാനം നമ്മൾ എന്ത് കണക്കാക്കാൻ തുടങ്ങി ടൈം കണക്കാക്കാൻ തുടങ്ങി ആ ടൈമിനെ വിളിക്കുന്ന പേരാണെന്ത് സ്റ്റാൻഡേർഡ് ടൈം ശ്രദ്ധിക്കണം ഒരു രാജ്യത്ത് കൂടി ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട് അപ്പോൾ എല്ലാ ലോഞ്ചിറ്റ്യൂഡിനും ടൈം ബേസ്ഡ് ടൈം കാൽക്കുലേറ്റ് എന്താ സംഭവിക്കുക ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം 29ഓളം ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഓരോ ലോഞ്ചിറ്റ്യൂഡിൻ്റെയും രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ സമയം കണക്കാക്കുക എന്താ സംഭവിക്കുക ഇന്ത്യയിലെ ഗുജറാത്തിലൊരു ടൈം കേരളത്തിലൊരു ടൈം തമിഴ്നാട്ടിലൊരു ടൈം ഒഡീഷയിലൊരു ടൈം ആസാമിലൊരു ടൈം അങ്ങനെ ഓരോ സംസ്ഥാനത്ത് ഓരോ ടൈമാവും അത് പ്രശ്നമല്ലേ സോ അങ്ങനെയുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എന്ത് ചെയ്തു ആ രാജ്യത്തേക്ക് മൊത്തം സമയം കണക്കാക്കാനുള്ള ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖയായി തിരഞ്ഞെടുത്തു സെറ്റാണല്ലോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വിച്ച് ഈസ് എ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് കാരണം നമ്മൾ ഓരോ രാജ്യത്തിനും എന്ത് ചെയ്യും ഒരു മെറിഡിയൻ ഒരു രേഖാംശത്തെ എന്ത് ചെയ്യും ആ രാജ്യത്തെ സമയം കണക്കാക്കാനുള്ള മെറിഡിയൻ അഥവാ രേഖാംശമായിട്ട് ഉപയോഗിക്കും അതിന് വിളിക്കുന്ന പേരാണ് എന്ത് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു സ്റ്റാൻഡേർഡ് ടൈം അഥവാ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് എ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ് ഒന്ന് കമൻറ്റ് ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ് എ ക്വസ്റ്റ്യൻ ഏതാണ് അതൊരു തവണ എസ് എ 5 മാർക്കിന് ചോദിച്ചാട്ടോ എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അപ്പോൾ
ശ്രദ്ധിക്കുക, 180 ഡിഗ്രി രേഖാംശ രേഖയാണ് ശരിക്കും എന്ത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കണേ, അതായത് ബാക്കി എല്ലാ ലോഞ്ചിറ്റ്യൂഡ്, ബാക്കി എല്ലാ രേഖാംശ രേഖകളും എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ അഥവാ നേർരേഖയാണ്. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 180 ഡിഗ്രി രേഖാംശ രേഖ മാത്രം എന്താണ്? ഇങ്ങനെ വളവും തിരിവുണ്ട് അല്ലേ? ശ്രദ്ധിക്കണേ, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 180 ഡിഗ്രി രേഖാംശ രേഖക്ക് മാത്രം എന്തുണ്ട്? ഇതേപോലെ വളവും തിരിവുണ്ട്. ആ വളവും തിരിവ് വരാനുള്ള കാരണം എന്താ? ഇപ്പൊ സപ്പോസ് എന്താണ് നമ്മുടെ 180 അഥവാ 180 ഡിഗ്രി രേഖാംശ രേഖ നേർരേഖയാണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ 2 ടൈം അനുഭവപ്പെടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത് വിചാരിക്കുക. അപ്പോൾ സ്റ്റുഡിയോയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്തായിരിക്കും? വെള്ളിയാഴ്ച ആയിരിക്കും. സ്റ്റുഡിയോയുടെ കിഴക്ക് ഭാഗത്ത് എന്തായിരിക്കും? വ്യാഴാഴ്ച. അപ്പോൾ എന്താ, വെള്ളിയാഴ്ച രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വെള്ളിയാഴ്ച രാത്രി 10 മണി, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് എന്തായി? വ്യാഴാഴ്ച രാത്രി 10 മണി. ഇവിടെ എന്താണ്? വെള്ളിയാഴ്ച രാത്രി 10 മണി. ഇവിടെ എന്താണ്? വ്യാഴാഴ്ച രാത്രി 10 മണി. എന്ന് വെച്ചാൽ ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? സെയിം പ്ലേസിൽ ഒരേ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും? 2 ടൈം, 2 സമയം എന്ത് ചെയ്യും? അനുഭവപ്പെടും. അത് പ്രശ്നമല്ലേ? അല്ലേ? ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് ചെയ്തു? ഈ സ്ഥലങ്ങളെ മൊത്തം ഇങ്ങോട്ടേക്കും ഇവിടുത്തെ സ്ഥലങ്ങളെ മൊത്തം ഇങ്ങോട്ടേക്കും ആക്കിക്കൊണ്ട് ഒരു ഡീവിയേഷൻ, ഒരു വളവും തിരിവും അല്ലെങ്കിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. ഇങ്ങനെ ഡീവിയേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ചില പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്? ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ചില വളവും തീരുവൊക്കെ എന്തിന് കൊടുത്തിട്ടുണ്ട്? 180 ഡിഗ്രി രേഖാംശ രേഖ കൊടുത്തിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരാണെന്ത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇത് എഴുതണം. പിന്നെ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുന്ന ആളുകൾ എന്തൊക്കെ മാറ്റമാണ് വരുത്തുക? ശ്രദ്ധിക്കണേ, ദ ട്രാവലർ ഹു ക്രോസ് ദിസ് ലൈൻ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ടു വെസ്റ്റ് കാൽക്കുലേറ്റ് ദ ടൈം ബൈ അഡ്വാൻസിങ് ഇറ്റ് 1 ഡേ. അതായത് ഒരാൾ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരാൾ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ വെസ്റ്റ് സൈഡിൽ ഫ്രൈഡേയും അതേപോലെ ഈസ്റ്റ് സൈഡിൽ തേഴ്സ്ഡേയും ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? ഫ്രൈഡേ 10 PM ഈസ്റ്റ് സൈഡ് അഥവാ കിഴക്ക് ഭാഗത്ത് എന്താണ്? തേഴ്സ്ഡേ 10 PM ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഒരാൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒരാൾ എന്ത് ചെയ്യാണ്? ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക്, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഹി ആഡഡ് അല്ലേ, എൻ്റെ അഡ്വാൻസ്ഡ്. അത്രയും ദിവസം എന്താണ്? വ്യാഴാഴ്ച ആയിരുന്ന ആൾ എന്ത് ചെയ്യും? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് കിടക്കുമ്പോഴാൾക്ക് എന്തായിട്ട് മാറും? വെള്ളിയാഴ്ച ആയിട്ട് മാറും. എന്താ, ഒരു ഡേ ആഡ് ചെയ്യില്ല, അഡ്വാൻസ് സൈഡ്. ഇനി ഒരാൾ വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറിന് കിഴക്കോട്ടേക്കാണ് ഒരാൾ ക്രോസ് എങ്ങനെ എന്താ സംഭവിക്കുക? ഹി ഡിഡക്റ്റഡ്. അത്രയും ദിവസം എന്താണ്? വെസ്റ്റ് സൈഡ് അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൾക്ക് എന്തായിരിക്കും? ഫ്രൈഡേ 10 PM ആയിരിക്കും. അയാൾ ഇത് ക്രോസ് ചെയ്ത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തെത്തിയാൽ എന്ത് സംഭവിക്കും? തേഴ്സ്ഡേ 10 PM ആവും. എന്ന് വെച്ചാൽ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെസ്റ്റ് ടു ഈസ്റ്റിലേക്കാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഹി ഡിഡക്റ്റഡ്, ഒരു ദിവസം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഈസ്റ്റ് ടു വെസ്റ്റ്, ഒരാൾ എന്ത് ചെയ്യാണ്? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ ഒരു ദിവസം കൂട്ടുന്നു. വെസ്റ്റ് ടു ഈസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഡേ കുറയ്ക്കുന്നു. ഈസ്റ്റ് ടു വെസ്റ്റ് ആണെങ്കിൽ ഒരു ഡേ കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിന് എന്ത് ചെയ്യാൻ ചാൻസ്? എസ്സേ ചോദിക്കാൻ ചാൻസ്. അപ്പോൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണെന്ന് പഠിച്ചു വെക്കണം. 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്, അതിന് ചെറിയ വളവും തിരിവുണ്ട്, അതുകൊണ്ട് ഇതിന് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വിളിക്കുന്നു. ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുന്ന വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഒരാൾ, പടിഞ്ഞാറിന് കിഴക്കോട്ടേക്കാണ് ഒരാൾ ക്രോസ് ചെയ്യുന്നതെങ്കിൽ ഹി ഡിഡക്റ്റഡ്, ഒരു ദിവസം കുറയ്ക്കും. ഈസ്റ്റ് ടു വെസ്റ്റ്, കിഴക്കുന്ന് പടിഞ്ഞാറേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം കൂട്ടുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ബാക്കി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ലൈവിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇത്രയും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് എസ്സേ മാത്രമല്ല ചോദിക്കുക. ഇത് പഠിച്ചോണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇന്ന് എസ്സേയും ചോദിക്കാം, എസ്സേ അല്ലാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. പഠിച്ചു വെക്കണേ. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടി തരാണ്. ഇതിന് ആൻസറും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന് ആൻസറും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ടൈപ്പ് ചെയ്ത് ഇതിന് ആൻസറും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഒന്ന് ടൈപ്പ് ചെയ്യണം. ഇതിന് ആൻസറും കൂടി എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്. ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെ, വളരെയധികം എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, വേറെയും ക്വസ്റ്റ്യൻസ് പഠിക്കണം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് കമ്പൽസറി ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ലൈവിലേക്ക് കറക്റ്റായിട്ട് എത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാൻ ആയിട്ട് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും മക്കളെ, ബൈ.